തഹാനി സ്റ്റീൽസ് എടക്കഴിയൂർ ചാവക്കാട്. ആളൂക്കാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ. ഗുരുവായൂർ MLA ആയി NK അക്ബർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. രാവിലെ 9 മണിക്ക് പ്രോടേം സ്പീക്കർ G. സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. നിയമസഭാ സാമാജികൻ എന്ന നിലയിലുള്ള എന്റെ സത്യപ്രതിജ്ഞ 21-ാം തീയതി നടക്കുകയാണ്. എല്ലാവരെയും നേരിൽ കണ്ട് സമ്മതം വാങ്ങണമെന്നാണ് ആഗ്രഹമെങ്കിലും അത് പ്രയാസകരമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഇതൊരു അഭ്യർത്ഥനയും അറിയിപ്പുമായി നിങ്ങളെല്ലാവരും കണക്കാക്കണം. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് 1998 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് NK അക്ബർ എതിർ സ്ഥാനാർത്ഥി UDF-ലെ മുസ്ലിം ലീഗ് അംഗം CH റഷീദിനെ പരാജയപ്പെടുത്തിയത്. ഇത് രണ്ടാം തവണയാണ് NK അക്ബർ ഗുരുവായൂർ MLA ആയി ചുമതലയേൽക്കുന്നത്. 2021-ലെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ KNA ഖാദറിനെതിരെ 12,268 വോട്ടുകൾക്കായിരുന്നു വിജയം. ചാവക്കാട് നഗരസഭ മുൻ ചെയർമാൻ കൂടിയാണ് NK അക്ബർ. എന്നെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. സാധാരണ പ്രവർത്തകർ മുതൽ അഭ്യുദയകാംക്ഷികൾ, മറ്റു വിവിധ രാഷ്ട്രീയ പാർട്ടി, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി ഒന്നും ബന്ധമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയുടെ പല പ്രവർത്തകരും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അവരോടെല്ലാം എനിക്ക് എന്റെ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും നിശ്ചയമായ നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. നമ്മുടെ നാട്ടിൽ തുടങ്ങിവെച്ച ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തോടും കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇപ്പോഴത്തെ ഈ MLA എന്നുള്ള എന്റെ ചുമതല ഞാൻ നിർവഹിക്കുമെന്ന് ഉറപ്പു നൽകുകയാണ്. എനിക്ക് നൽകിയ സ്നേഹത്തിനും ഒക്കെ വലിയ നന്ദിയുണ്ട്. അപ്പോൾ 21-ാം തീയതി നിയമസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാവണം, ആശീർവാദങ്ങൾ ഉണ്ടാവണം, സമ്മതമുണ്ടാവണം. തുടർന്നുള്ള എല്ലാ പ്രവർത്തനത്തിലും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത. എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ആളൂക്കാരൻ ജുവല്ലറി, മുതുവട്ടൂർ, ചേറ്റുവ റോഡ്, ചാവക്കാട്, ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി, ഒരുമനയൂർ. 916 BIS ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് 925 സ്റ്റെർലിംഗ് സിൽവർ ഓർണമെന്റ്സ്. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.